ഹജ്ജിന് സാമ്പത്തികമായ ശേഷി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വിഭാവനയിൽ ആരോഗ്യവും സമ്പത്തും ഉള്ള സമയത്ത് ആദ്യം ചെയ്യേണ്ട ഒരു ആരാധനയാണത് ഹജ്ജ് എന്ന് പറഞ്ഞാൽ. പക്ഷെ സമ്പത്തുള്ള ആളുകളും പലരും എന്താ ചെയ്യുക, അവസാനത്തേക്ക് മാറ്റി വെക്കും. അപ്പൊ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടോട്ടി അങ്ങാടിയിൽ ഒരാൾക്ക് അവന്റെ അടിസ്ഥാന ചെലവ്, മക്കൾക്ക് ചെലവെടുക്കാനുള്ള കാര്യങ്ങളൊക്കെ കഴിച്ച് 2 സെന്റ് സ്ഥലം ഉണ്ടായാൽ ഹജ്ജ് നിർബന്ധമാണ്. 2 ഏക്കർ സ്ഥലമുള്ളവനാണ് ഹജ്ജ് നിർബന്ധമായി നമ്മൾ മനസ്സിലാക്കുക. കാരണം 5 ലക്ഷം വിറ്റാ കിട്ടുമെങ്കിൽ വിറ്റിട്ട് ഹജ്ജ് ചെയ്യണം. അങ്ങനെയാണ് മനിസ്തഥാഇലൈഹി സബീല. അപ്പൊ ഹജ്ജിന് ആവതുള്ള മനുഷ്യൻ ഹജ്ജ് ചെയ്യാതിരുന്നാൽ സലഫുസ്സാലിഹ്യങ്ങൾ പറയാറുണ്ട്. മഹാനായ സയ്യിദ് ഇബ്നു ജുബൈർ തന്റെ അയൽവാസിയോട് പറയുന്നുണ്ട്, അതുപോലെ തന്നെ ലൗ മിത്ത വലം തഹജ് ലം ഉസല്ലി അലൈഹി, നീ മരിച്ചാൽ ഹജ്ജ് ചെയ്യാതെയാണ് നീ മരിക്കണതെങ്കിൽ അതിന് ശേഷമൊക്കെ എനിക്കുണ്ട് നിനക്കറിയാം, വലം മുസല്ലി അലൈഹി, നിന്റെ മയ്യത്ത് ഞാൻ നിസ്കരിക്കുകയില്ല എന്ന് സലഫു സാലിഹ്യങ്ങൾ സാമ്പത്തിക ശേഷിയുള്ള ആളോട് പറയാറുണ്ട്. അപ്പൊ സാമ്പത്തിക ശേഷി എന്ന് പറഞ്ഞാൽ റിട്ടയർഡായി നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടി ഇനി ഹജ്ജ് ചെയ്യാം എന്നതല്ല. നമുക്കൊരു 10 ഏക്കർ 5 ലക്ഷം 10 ലക്ഷമൊക്കെ സ്വരൂപിച്ച് വെച്ചിട്ട് ആലോചിക്കാന്നുള്ളതല്ല. 5 ലക്ഷം 6 ലക്ഷമാണല്ലോ ഹജ്ജിന്റെ ഒരു വില. നമുക്ക് പോകാനുള്ള സമ്പത്ത്, അത് നിങ്ങളുടെ അടിസ്ഥാന ചെലവ് കഴിച്ച് നേടാൻ പറ്റിയ ആള് അങ്ങനെ ചിന്തിച്ചാൽ 70% ആളുകൾക്കും ഈ നാട്ടിൽ ഹജ്ജ് നിർബന്ധമാണ്. പോകാൻ പറ്റുമോ പറ്റില്ല എന്നുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ കൺട്രോളല്ല. പക്ഷെ നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പ് എന്ത് ചെയ്യണം, നടത്തണം. അങ്ങനെയാണ് ഹജ്ജിനെ കുറിച്ച് ആലോചിക്കുന്നത്. ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പല രാജ്യങ്ങളിലൊക്കെ വിവാഹം കഴിക്കാൻ തന്നെ ഹജ്ജ് ഒരു നിർബന്ധ ഒരു ഘടകമായിട്ട് എന്ത് ചെയ്യും വെക്കും. 30 വയസ്സിന് മുമ്പ് എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടാവും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും. എത്ര സൗകര്യങ്ങളും സംവിധാനങ്ങളുമുള്ള കാലത്താണെങ്കിലും ഹജ്ജ് ആരോഗ്യം കൊണ്ട്, ശരീരം കൊണ്ട് ചെയ്യേണ്ട ഇബാദത്താണ്. ശരീരം കൊണ്ട് ശരീരത്തിന് ആരോഗ്യം ഇല്ലെങ്കിൽ അതിന്റെ പൂർണ്ണതയിൽ ചെയ്യാൻ കഴിയാത്തൊരു ഇബാദത്താണ് ഏത്, ഹജ്ജ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ഹജ്ജിൻ്റെത്, അപ്പൊ നമുക്ക് ഏറ്റവും ആരോഗ്യമുള്ള സമയത്ത് തന്നെയാണ് നമ്മൾ അതിനു വേണ്ടി വേണ്ടത്. നമ്മളിങ്ങനെ, കാരണം ഹജ്ജിന് ഉംറക്കിന്റെ ഒരു പ്രത്യേക, അതിനൊരു തൗഫീക്ക് കൂടി ആവശ്യമുണ്ട്, ഒരു നസീബ് ഉണ്ടാവുക നമ്മൾ പറയില്ലേ. കാരണം പടച്ച റബ്ബിന്റെ വിളി കേൾക്കണം. അദ്ദിൻ ലിന്നാസി എന്ന് അള്ളാഹു ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പറഞ്ഞിട്ട്, നീ ജനങ്ങളെ വിളിക്കുക, എത്തിക്കണ പരിപാടി ഞാൻ ഏറ്റു. അപ്പോ ഇബ്രാഹിമി മില്ലത്തിന്റെ വിളിയാളമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിന്റെ പ്രതിഫലനമാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പൊ ഇബ്രാഹിം അലൈഹിസ്സലാം ആ വിളി സമ്പത്ത് ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹജ്ജ് ചെയ്യാൻ പറ്റില്ല. സമ്പത്തിന്റെ കൂടെ അയാൾ ഹജ്ജിന് ഇങ്ങനെ എന്നും ആഗ്രഹിക്കുകയും തേടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണം. സമ്പത്തുള്ള ആളുകളൊന്നും നമ്മുടെ നാട്ടിൽ ഹജ്ജ് ഉംറയും ചെയ്ത ആളുകളല്ല. ഹജ്ജ് ഉംറയും എന്ന് പറയുന്നത് ഇപ്പൊ സമ്പത്തിന്റെ കൂടെ അയാളുടെ ആഗ്രഹം വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ നോട്ടൊക്കെ അട്ടിക്ക് എണ്ണി വെച്ചിട്ട് കോടികൾ നിക്ഷേപിക്കുന്ന ആളുകളുണ്ടാവും, പക്ഷെ ഹജ്ജ് ചെയ്തിട്ടുണ്ടാവില്ല. കാരണം ഹജ്ജ് അയാൾ ഒരിക്കലും നോട്ടുണ്ടാകുമ്പോൾ ഹജ്ജ് ചെയ്യണം പഠിച്ചോനെ എന്ന ചിന്ത അയാൾക്കില്ല. അതുകൊണ്ട് ഹജ്ജിന് ഒരു തൗഫീഖ് അയാൾക്ക് ഉണ്ടാവില്ല. അപ്പൊ ഹജ്ജ് എന്ന് പറഞ്ഞ സാമ്പത്തിക ശേഷി മാത്രം അതിന്റെ മാനദണ്ഡമല്ല. സാമ്പത്തിക ശേഷിയുടെ കൂടെ ചെറുപ്പക്കാരൊക്കെ ആളുകൾ, ധാരാളം ബിസിനസ്സുകാർ എൻ്റെ മുന്നിലുണ്ട്, നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ചെറുപ്പത്തിലാണ് നമ്മൾ ഹജ്ജ് എപ്പോഴും ചെയ്യേണ്ടത്. അപ്പോഴാണ് അതിന്റെ പൂർണ്ണതയിലും തികവിലും നമുക്ക് നിർവഹിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഹജ്ജ് ഒരാൾ ഉദ്ദേശിച്ചാൽ മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജിൽ, ഉടനെ ധൃതി കാണിക്കണം. അടുത്ത കൊല്ലാവട്ടെ എന്ന് വെക്കരുത്. ഈ കൊല്ലം തന്നെ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, പോകാൻ ശ്രമിക്കുക. അതിനുവേണ്ടി ഖദ് ഫറദല്ലാഹു അലൈക്കുമുൽ ഹജ്ജ ഫഹുജ്ജു, ഹജ്ജ് നിങ്ങൾക്ക് ഫറദാണ്, നിർബന്ധമാണ്, നിങ്ങളത് ചെയ്യുക എന്നതാണ്.